2012 അധികാരത്തിലേക്ക് കടന്നു വന്ന നരേന്ദ്രമോദി പിന്നീട് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ചോദിക്കാനുണ്ട്, അല്ലെങ്കിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് ചോദിക്കാനുണ്ട്, എന്താണ് നരേന്ദ്രമോദി 2012 തുടർന്നുള്ള 5 കാലയളവിൽ എന്താണ് ഇന്ത്യയിൽ ഉണ്ടാക്കിയ സാമൂഹിക വിപ്ലവം, നവോത്ഥാന വിപ്ലവം എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരിക്കലും ഒരു സാമൂഹിക വിപ്ലവത്തിന്റെ പേരിലല്ല, നവോത്ഥാനമായ മുന്നേറ്റത്തിന്റെ പേരിലല്ല മോദി വീണ്ടും അധികാര കസേരയിലേക്ക് കടന്നു വന്നത്. പശുവിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർഗീയതയുടെ പേരിൽ പണം കൊടുത്ത അദാനിമാരെയും കോർപ്പറേറ്റുമാരെയും സ്വാധീനിച്ചുകൊണ്ട് ചുളിവിലൂടെയാണ് അധികാര കസേരയിൽ വീണ്ടും കടന്നു വന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. SSF അതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തിലെ അഖ്ലാഖുമാരും അഫ്രസൂലുമാരും ആഫിദ് ജുനൈദുമാരും നമ്മോട് പറഞ്ഞു വെക്കുന്നത് ഇവിടുത്തെ വർഗീയ രാഷ്ട്രീയമാണ്. ആദ്രാസിൽ ഒരു പെൺകുട്ടിയെ പിച്ച് ചീന്തപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിയുടെ കരൾ പറിച്ച് അത് ദേവന് സമർപ്പിക്കുക എന്നുള്ളൊരു രാഷ്ട്രീയമായ വർഗീയമായ സങ്കുചിതമായ ഒരു ഇടപെടൽ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ പോക്ക് അപകടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വർഗീയമായി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വിഭജിക്കാനുള്ള കുൽസിതമായ ശ്രമങ്ങൾ അടിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമിത്ഷാ എന്ന് പറയുന്ന നമ്മുടെ ആഭ്യന്തരമന്ത്രി മിഞ്ഞാനടക്കം പത്രമാധ്യമങ്ങളിലൂടെ പറഞ്ഞു വെച്ചത് എന്താണ്? COVID-19 തീർന്നാലുടൻ പൗരത്വ ഭേദഗതി ആക്ട് നടപ്പിലാക്കുമെന്ന്. എന്റെ പ്രിയമുള്ളവരെ, ഒരു ഭരണാധികാരിയിൽ നിന്ന് കേൾക്കേണ്ട വചനമാണോ ഇത്? രാജ്യത്തെ പൗരന്മാരെ പരിഗണിച്ചുകൊണ്ട്, അവരുടെ താല്പര്യങ്ങളെയും അവരുടെ ഇഷ്ടങ്ങളെയും പരിഗണിച്ചുകൊണ്ട് അവരുടേതായ നയങ്ങളെ വിലക്കെടുക്കേണ്ട ഒരു അധികാരിയുടെ നാവിൽ നിന്ന് വരുന്ന വാക്ക് സങ്കുചിതമാണെന്ന് പറയുമ്പോ SSF അതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീരുന്നില്ല. നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുന്നത് ലോകത്തെ ഏത് മനുഷ്യർക്കും ഏത് മൃഗങ്ങൾക്കും ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ളതാണ്. അതിന്റെ ആവാസ വ്യവസ്ഥയും ഇല്ലാതെ ഒരു മനുഷ്യനും ഒരു മൃഗങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ സാധ്യമല്ല. എന്നാൽ NEA എന്ന് പറയുന്ന ഒരു നിയമത്തിലൂടെ ആധുനിക മോഡിയുടെ ഭരണകൂടം കൊണ്ടുവന്നത് നമുക്കറിയാം. ഒരു ജനസാഗരം, ഒരു ജനങ്ങൾ വസിക്കുന്ന ഒരു കേന്ദ്രത്തിൽ ഒരു ബിൽഡിംഗ് നിർമ്മിക്കണമെങ്കിൽ, ഒരു ഫാക്ടറി കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. പെർമിറ്റുമായി ബന്ധപ്പെട്ടും അവിടുത്തെ ജനങ്ങളുമായി സംസാരിച്ച് അവരുടെ പിന്തുണയോടെ അല്ലാതെ ഒരു ബിൽഡിംഗ്, ഒരു ഫാക്ടറി കൊണ്ടുവരാൻ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഭരണഘടന അനുവദിക്കുന്നില്ല. എന്നാൽ മോഡി സർക്കാർ കൊണ്ടുവന്ന നമ്മുടെ COVID-19 ആപൽഘട്ടത്തിൽ നമ്മളെല്ലാവരും സുരക്ഷിതരായി വീട്ടിൽ കഴിഞ്ഞുകൂടുന്ന സമയം ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ചില ഓഡിയൻസുകളിലെ നിയമമായിരുന്നു നമ്മുടെ പരിസ്ഥിതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന നിയമം. നമുക്കറിയാം, ഒരു ചർച്ചയില്ലാതെ, ഒരു ഇടപെടലുകളില്ലാതെ കോർപ്പറേറ്റുമാർ എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞു വരുമ്പോഴേക്ക് പെട്ടെന്ന് നടപ്പിലാക്കുന്ന നമ്മുടെ മോദി സർക്കാർ രാജ്യത്തിന് അപമാനമാണ്, മതേതര ഇന്ത്യക്ക് അപമാനമാണ് എന്നാണ് SSF പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ല, കാർഷിക വിരുദ്ധ ബില്ല് നമ്മൾ കണ്ടതാണ്. എന്താണ് എന്റെ ഈ ശബ്ദം ക്ഷമിക്കുന്ന ഈ കവലയിൽ ഒരു കർഷകനുണ്ടെങ്കിൽ ആ കർഷകൻ നിർബന്ധമായും 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു വരുന്നത്. 1 വിത്തിറക്കലാണ്, 2 അത് വിളവെടുക്കലാണ്, 3 വിപണനമാണ്. ഉത്തരേന്ത്യയിലെ രാജസ്ഥാനിലെയും ഹരിയാനയിലെയും പഞ്ചാബിലെയും പാവപ്പെട്ട കർഷകർ ഡൽഹിയിൽ വന്ന് സമരം ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയുമോ? തങ്ങൾ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കള് അല്ലെങ്കിൽ അവരുടെ കാർഷിക വിളകള് മണ്ഡി എന്ന് പറയുന്ന അവരുടെ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന് വിൽക്കുകയും അവിടെ നിന്ന് അത് വാങ്ങുന്നവർ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യുന്നത് സുന്ദരമായ ഇന്നലകളായിരുന്നു ഒരു മാസം മുമ്പ് വരെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ അതിന് വിലപേശുന്ന വിവരം കോർപ്പറേറ്റുകൾക്ക് കർഷകരെ തീറേറ്റി കൊടുക്കുകയും അവർ പറയുന്ന തുച്ഛമായ വിലക്ക് കർഷകരിൽ നിന്ന് വാങ്ങുകയും, അഥവാ ഉപഭോക്താക്കളായ നമ്മൾ അവരുടെ മുന്നിൽ നാളെ അന്നത്തിന് വേണ്ടി ഒരു ദോരിറ്റ് വെള്ളത്തിന് വേണ്ടി ഓക്കാനിച്ചു നിൽക്കേണ്ട ഒരവസ്ഥ രാജ്യത്ത് സംജാതമാവുകയാണ്. ഇതിനെതിരെ SSF ശബ്ദിക്കുന്നു എന്നതുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി സ്റ്റുഡൻസ് കോൺഗ്രസ് കടന്നു വരികയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, രാജ്യം വളരെ ഭീഷണിയിലാണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മഹത്തായ മുദ്രാവാക്യം ഇന്ത്യയുടെ തെരുവുകളിൽ ഇന്നലെ അലയടിച്ചിരുന്നുണ്ടെങ്കിൽ രാജ്യത്തെ കോർപ്പറേറ്റ് ഭരണകൂടം ആ മുദ്രാവാക്യത്തെ തിരുത്തിക്കുറിത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനായി യൂത്ത് അടക്കമുള്ള ആർട്ടിക്കൽ അടക്കമുള്ള ചാനലുകളെ കൂട്ടുപിടിച്ച് സമരം ചെയ്യുന്ന, നമുക്കറിയാം, ഇന്ത്യൻ പൗരത്വ ഭേദഗതി ആക്ടിനെതിരെ സമരം ചെയ്യുമ്പോൾ ഇവിടുത്തെ മുഖ്യധാര പാത്രം
പത്രമാധ്യമങ്ങളും മീഡിയകളും പറഞ്ഞു വെച്ചിരുന്നത്, ആ ഫോട്ടോ കാണിച്ച് രംഗങ്ങൾ കാണിച്ച് ഇവർ ഭീകരവാദികളാണ്, പാകിസ്ഥാനികളാണ് എന്ന് പറഞ്ഞ് ഇവിടെ കലാപം ശ്രമിച്ചപ്പോ ഒരിക്കലും കർഷകർ, സമരം ചെയ്യുന്ന കർഷകരെ അത്തരമൊരു നിലയിലേക്ക് പ്രവചിപ്പിക്കാൻ അവർക്ക് കഴിയുകയില്ല. കാരണം അതിലധിക പേരും സിഖുകാരാണ്, പഞ്ചാബുകാരാണ്, ഹരിയാനക്കാരാണ്. അതുകൊണ്ട് ഒരിക്കലും അവരെ പാകിസ്ഥാൻ തീവ്രവാദികളെന്ന് വിളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഖലിസ്ഥാനെന്നും ദേശവിരുദ്ധരെന്നും പത്രമാധ്യമങ്ങളെ കൊണ്ട് വിളിച്ചറിയിക്കുകയാണ് ഇവിടുത്തെ മുഖ്യധാര പാർട്ടികളുടെ മുഖ്യധാര പത്രമാധ്യമങ്ങൾ. എന്നാൽ നിങ്ങൾ അറിയണം, ആ ഒരു നിയമത്തിന്റെ മുന്നിലും അടിപറകാതെ കർഷകർ ഇന്ന് നിൽക്കുന്നുവെങ്കിൽ അവരുടെ വീര്യം ചോർന്നപ്പോഴാണ് അധികാരി കേന്ദ്രങ്ങൾ അവർ ദേശവിരുദ്ധരാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അത് നമുക്ക് ന്യായീകരിക്കാനാവില്ല. എന്തുമാത്രം വിരോധാഭ്യാസമാണ്. അന്നം തരുന്നവരെ മരണത്തിന് വിട്ടുകൊടുത്താൽ നാളെ ഈ രാജ്യത്തിന്റെ അന്നരംഗത്ത് നമുക്ക് വലിയ ചോദ്യചിഹ്നങ്ങൾ, ഭീഷണികൾ നേരിടേണ്ടി വരും. ഞാൻ നിർത്തുകയാണ്. നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് വർഗീയവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജയ് ശ്രീറാം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത് പോലും മലയടിച്ചു തുടങ്ങി. ജയ് ശ്രീറാം എന്നുള്ളത് ഒരു മതത്തിന്റെ ആപ്തവാക്യമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഹിന്ദുമത വിശ്വാസികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഹിന്ദുമതത്തിൽപ്പെട്ടവർക്ക് അവരുടെ ആചാരങ്ങളുമായി മുന്നോട്ട് പോകാൻ നമ്മുടെ മതം അനുശാസിക്കുന്നുണ്ട്. ജയ് ശ്രീറാം എന്ന് പറയുന്നത് അമ്പലങ്ങളിൽ വിളിക്കാം, ഒരു ഹിന്ദു സഹോദരങ്ങൾ സംഘടിപ്പിക്കുന്ന പൊതുപരിപാടികൾ വിളിക്കാം. അതുപോലെ തന്നെ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് പള്ളിയിൽ നിന്ന് വിളിക്കാം, ഒരു ഇസ്ലാമിക പരിപാടിയിൽ വിളിക്കാം. എന്നാൽ ഒരു പൊതു പ്ലാറ്റ്ഫോമിലേക്ക്, മുനിസിപ്പാലിറ്റിയിലേക്ക് വന്നുകൊണ്ട് ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നത് മതേതര കേരളത്തിന് അപമാനമാണ്. അത് അങ്ങ് ഗുജറാത്തിലും ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ കലാപങ്ങളുടെ അലയൊലികളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഡൽഹിയിൽ നടന്ന വംശഹത്യ നമുക്കറിയാവുന്നതാണ്. പാവപ്പെട്ട റുക്സാന എന്ന് പറയുന്ന നാളെയുടെ പുലരിയിൽ വിവാഹമംഗല വേദിയിലേക്ക് 1000 സ്വപ്നങ്ങളുമായി കടന്നു പോകേണ്ട പെൺകുട്ടി തന്റെ വിവാഹത്തിന് ആവശ്യമായ ഡ്രസ്സുകളും മംഗല്യ സാധനങ്ങളും പൂക്കളുമെല്ലാം ശേഖരിച്ച് തന്റെ വയോധികനായ പിതാവ് കൊണ്ടുവന്ന സാധനങ്ങളുമായി സ്വപ്നക്കിനാവ് കണ്ടിരിക്കുമ്പോഴാണ് ഡൽഹിയിൽ ഒരു വട്ടം രാഷ്ട്രീയ തമ്പുരാക്കന്മാർ താണ്ഡവമാടിയത്. ഇതിനെ SSF ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാർഷിക ബില്ലിനെതിരെ നടക്കുന്ന സമര പോരാട്ടങ്ങളിൽ SSFന്റെ ദേശീയ തലത്തിൽ ഐക്യദാർഢ്യങ്ങളുമായി കടന്നു ചെന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യ രാജ്യം അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രാജ്യത്തെ, ഇന്ത്യയിലെ, കേരളത്തിലെ, മലപ്പുറം ജില്ലയിലെ ഏത് വിദ്യാർത്ഥിക്കും അവകാശപ്പെട്ടതാണ്. എന്നാൽ പണമില്ലാത്തതിന്റെ പേരിൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും അവരെ ഭരണവർഗത്തിന്റെയും സ്വാധീന ശക്തികളുടെയും പേരിൽ അവരെ പിന്തള്ളപ്പെട്ടുകൊണ്ട് രജനി എന്ന് പറയുന്ന പെൺകുട്ടി നമ്മുടെ മുന്നിൽ ചോദ്യചിഹ്നമാണ്. വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ പണമില്ലാത്തതിന്റെ പേരിൽ വിദ്യാഭ്യാസപരമായി തന്നെ മുന്നോട്ടുള്ള സ്വപ്നത്തിന് വിഘാതം വന്നപ്പോ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന രജനി ഇന്ന് കേരളത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭരണവർഗത്തിന്റെയും അതുപോലെ സ്വാധീന ശക്തികളുടെയും ഇടപെടലുകളെ കുറിച്ചാണ്. 1990കളിലെ ആധുനിക കോർപ്പറേറ്റ് വൽക്കരണവും നമ്മുടെ അതുപോലെ ആഗോളവൽക്കരണവും ഇന്ത്യ രാജ്യത്തെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികളെ പിന്തള്ളപ്പെട്ടുകൊണ്ട് രാജ്യത്തെ സ്വാധീന ശക്തികൾക്ക് ഭരണവർഗത്തിന് മെഡിക്കൽ സീറ്റുകളും എഞ്ചിനീയറിംഗ് സീറ്റുകളും നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരിക്കലും ഇവിടെ അനുവദിച്ചുകൂടാ എന്നാണ് SSF പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ കലാപങ്ങളാണ്, പരസ്പരം പൈചാരലുകളാണ്, അതുപോലെ കൊല്ലലുകളാണ്. നമുക്കറിയാം, ഒരു ത്രിതല പഞ്ചായത്ത് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് കടന്നുപോയി. ആ ത്രിതല പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൽ പരാജയങ്ങളും അതുപോലെ ജയങ്ങളും സ്വാഭാവികമാണ്. പക്ഷേ പരാജയപ്പെട്ടതിന്റെ പേരിലോ ഒരു വിജയാഘാതത്തിന്റെ പേരിലോ ഒരാളെ കൊല്ലാനോ ഒരാളുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറാനോ സ്ത്രീകളടക്കം ആക്രമിക്കാനോ രാജ്യത്തെ ഭരണഘടന ഒരാളെയും അനുവദിക്കും